friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഇറച്ചിപ്പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ പുട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി കൊണ്ടാണ്. 2 ഓണിയൻസ് ചോപ്ഡ്, ഗാർലിക് ചില്ലി ചോപ്പ് ചെയ്തത് 1.5 ടീസ്പൂൺ വീതം, പെപ്പർ 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഫെന്നൽ സീഡ് പൗഡർ 1 ടീസ്പൂൺ, ബീഫ് 1 കപ്പ് വേവിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തത്, കൊറിയാൻഡർ ആൻഡ് കറി ലീവ്സ്, കോക്കനട്ട് പുട്ടിന് ആവശ്യമായത്, പുട്ടുപൊടി 3 കപ്സ്. അടുത്തത് പുട്ടിൻ്റെ മാവ് റെഡിയാക്കാം. ഇതിൽ ഞാൻ ചെറിയുള്ളി, ജീരകം, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് റെഡിയാക്കാം. അടുത്തത് മസാല റെഡിയാക്കാം. പാന് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. ഓണിയൻ നന്നായി സോട്ട് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ സോട്ട് ചെയ്യുക. ഗരം മസാല,
കുരുമുളക്, പെരുംജീരകം ആഡ് ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കൊറിയാൻഡർ, കറി ലീവ്സ് ആഡ് ചെയ്തതിന് ശേഷം ബീഫ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡി. മസാല റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. അതിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ തേങ്ങ, 1 സ്പൂൺ ബീഫ്, 3 സ്പൂൺ പുട്ടുപൊടി. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടുകുറ്റി ഫിൽ ചെയ്യാം. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇത് ആവിയിൽ ചുട്ടെടുക്കാം. ഓക്കെ, ആവി വരുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ്സ് കൂടി വേവിക്കാൻ വെക്കാം. നമ്മുടെ ടേസ്റ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിടുന്ന റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.